വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നതേ നല്ല അടിപൊളി ഒരു ചിക്കൻ സമൂസയുടെ റെസിപ്പിയാണ്. പലരും എന്നോട് മെസ്സേജൊക്കെ അയച്ച് പേഴ്സണൽ മെസ്സേജൊക്കെ അയച്ച് ചോദിക്കുന്നുണ്ടായിരുന്നേ, ഈ റെസിപ്പീസൊക്കെ ഞാനാണോ ചെയ്യുന്നതെന്നൊക്കെ. ശരിക്കും ഇതെല്ലാം എൻ്റെ മമ്മിയുടെ റെസിപ്പീസാണ്. മമ്മിക്ക് ഈ കുക്കിങ്ങിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ മമ്മി ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്നാക്സൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമായിരുന്നേ. അപ്പോൾ ഇന്നത്തെ ചിക്കൻ സമൂസ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്കിതിന് വേണ്ടത് ഒരു 1.5 ഗ്ലാസ് മൈദ നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് സമൂസയൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് വെക്കുന്നതിന് മുമ്പുള്ളൊരു ബാക്ക് ഷീറ്റ്, ആ ഷീറ്റാണ് ഫസ്റ്റ് നമ്മൾ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ 1.5 ഗ്ലാസ് മൈദ എടുത്തു. 1 സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടിത് ഒരു ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നമ്മളിത് കുഴച്ചെടുക്കണേ. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലൊരു മയമൊക്കെ കിട്ടും. നമ്മൾ ആ വെളിച്ചെണ്ണയും കൂടെ ഒക്കെ ഒഴിച്ച് കൊടുക്കുമ്പോഴേ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമ്മളിത് ഒരു ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവോള നന്നായിട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പൂൺ ഇഞ്ചി പേസ്റ്റ് വേണം, 1 സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് വേണം, 2 ചീനിമുളക് പച്ചമുളക് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളകും കൂടെ വേവിച്ചെടുത്ത ചിക്കന് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് നമ്മൾ ഫസ്റ്റ് തന്നെ ഒന്ന് സെറ്റാക്കി വെക്കണം. അതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയുള്ളതാണ്. എന്നിട്ട് നമ്മുടെ മൈദ നമ്മൾ കുഴച്ച് ഒരു ചപ്പാത്തി പരുവത്തിൽ നമ്മൾ കുഴച്ച് കുറച്ച് നേരം മാറ്റി വെക്കണേ. അപ്പോൾ നല്ലൊരു മയമൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലുള്ള ആ ഫില്ലിങ് നമ്മളൊന്ന് സെറ്റാക്കി എടുക്കാൻ പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. അതായത് നമ്മുടെ സമൂസയ്ക്കകത്തുള്ള ഫില്ലിങ്ങാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയെടുക്കുന്നത്. പിന്നെ നമ്മൾ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ മീഡിയം സൈസ് സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ ആ വെളിച്ചെണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. വളരെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, നല്ല ക്രിസ്പിയാണ്. നമുക്ക് കടയിൽ നിന്നൊക്കെ നമുക്ക് ചിക്കൻ സമൂസയൊക്കെ നമുക്കൊരു വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. ഇനി നമ്മൾ അതിലേക്ക് വേണ്ട മസാലകൾ ചേർക്കുകയാണ്. 1 സ്പൂൺ ചിക്കൻ മസാലയാണ് ഫസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് 1 സ്പൂൺ മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കണം. എരിവിന് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പച്ചമുളക് ഓൾറെഡി ഇട്ടതാണ്, അപ്പോൾ അതിന് അധികം എരിവ് നമുക്ക് ആഡ് ചെയ്തിട്ടില്ല. ഇത് അധികം എരിവുള്ള മുളക് പൊടിയല്ല കേട്ടോ. നമ്മൾ 1 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഇതൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സമൂസയ്ക്ക് അകത്ത് വെക്കാനുള്ള ഫില്ലിങ് നമ്മുടെ ഏകദേശം ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് വേവിച്ച് വെച്ചിരുന്ന പൊടിച്ചെടുത്ത ചിക്കനും കൂടെ നമ്മൾ ഈ മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വേണ്ട നമ്മുടെ സമൂസയ്ക്കകത്തുള്ള ഫില്ലിങ്ങിൻ്റെ ഏകദേശം ഒന്ന് സെറ്റാക്കി നമ്മൾ മാറ്റി വെക്കണേ. ഇനിയാണ് നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മൈദ നമ്മൾ നന്നായിട്ട് കുഴച്ച് കുറച്ച് നേരം മാറ്റി വെച്ചിരുന്നതാണ്. ഒരു ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന രൂപത്തിൽ കുഴച്ച് നമ്മൾ മാറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ അതേണ്ട ഇത് നമ്മളിനിയും ഒരു ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. ഫസ്റ്റ് ഓരോരോ ബോളുകളാക്കി നമ്മളൊന്ന് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. എങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇത് ഒരു തവണയൊക്കെ നമ്മൾ ഈ ഷീറ്റ് ഉണ്ടാക്കി നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്കിത് റീയൂസ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. നമുക്ക് ഈ ഫില്ലിങ് മാത്രം നമ്മൾ വീണ്ടും തയ്യാറാക്കി എടുത്താൽ മതി. നമ്മളൊരു കവറിലൊക്കെ ഇട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്കിത് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ജസ്റ്റ് എന്ത് ഫില്ലിങ് വേണമെങ്കിലും നമ്മൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുത്താൽ മതി. ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 1 ടൈം ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്കിത് റീയൂസ് ചെയ്തെടുക്കാൻ പറ്റുമേ. അപ്പോൾ നമ്മൾ ചെറിയ ബോളുകളാക്കി എടുത്തത് ഒരുപാട് വലുപ്പത്തിലല്ലാതെ ഏകദേശം ഒത്തിരി ചപ്പാത്തിയുടെ ഒക്കെ വലിയൊരു വലുപ്പത്തിലേക്ക് വരണ്ട. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇതൊരു ചെറിയ വലുപ്പത്തിൽ, ഒരു പപ്പടത്തിനേക്കാളും കുറച്ചും കൂടെ വലിപ്പം വേണമേ.
ആ രീതിയിൽ നമ്മളൊന്ന് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിലോട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് തൂക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ മണ്ടയിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ ഷീറ്റും നമ്മൾ ആ മുറിച്ച് വെച്ചിരുന്ന ബോളുകളെല്ലാം ഇതേ ഒരു ഫോമിൽ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. അതായത് പപ്പടത്തേക്കാളും ഒരു കുറച്ചും കൂടെ വലുപ്പത്തിൽ നമ്മൾ പരത്തിയെടുത്തതിന് ശേഷം ഓരോ ഷീറ്റ് തമ്മിൽ നമ്മൾ അടുക്കി വെക്കുവാണേ. ഓരോ ഷീറ്റ് വെക്കുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നല്ല, മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് പൊടിയിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ എല്ലാ ഷീറ്റും നമ്മളിങ്ങനെ പരത്തി ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാം ഇങ്ങനെ നമ്മൾ ഓരോരോ ഷീറ്റ് വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ മണ്ടയിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ എല്ലാ ഷീറ്റുകളും ഏകദേശം ഇങ്ങനെ ഒരു അടുക്കി നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പീസ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ഷീറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ എന്ത് സമൂസയാണോ നമ്മൾ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഫില്ലിങ് മാത്രം നമ്മളൊന്ന് റെഡിയാക്കി കൊടുത്താൽ മതിയേ. വേണ്ട നമ്മളിങ്ങനെ എല്ലാം നമ്മൾ ഇങ്ങനെ അടുക്കി വെക്കുവാണേ. അപ്പം വേണ്ട നമ്മുടെ ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട്. നമ്മൾ എല്ലാം ഇങ്ങനെ അടുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ വേണ്ട എല്ലാം നമ്മൾ അടുക്കി നമ്മൾ കുറച്ച് പൊടിയും കൂടെ എല്ലാത്തിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്നിച്ച് പിടിച്ച് നമ്മൾ ഒന്നുകൂടെ ഭയങ്കര സോഫ്റ്റായിട്ട്, അതായത് കനം കുറച്ച് നമ്മൾ ഒന്നും കൂടെ പരത്തിയെടുക്കണേ. അപ്പം ഏകദേശം നന്നായിട്ട് കനം കുറച്ച് നമ്മൾ പരത്തിയെടുക്കുന്നുണ്ടേ. മമ്മി ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ഇതുപോലത്തെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പീസ്, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്നാക്സ് ആട്ടെ, ബിരിയാണി ആട്ടെ, അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുമായിരുന്നേ. ഇപ്പോൾ നമ്മളത് ജസ്റ്റ് യൂട്യൂബിൽ ഇടുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഇട്ടില്ലേ തന്നെയാണെങ്കിലും മമ്മി ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോഴൊക്കെ ഇതുപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ തരുമായിരുന്നേ. എവിടെ ചെന്നാലും മമ്മി ഉണ്ടാക്കിയെടുക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് ആ ടേസ്റ്റ് എവിടെ ചെന്നിട്ടും സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. അതിനൊക്കെ വേറൊരു ടേസ്റ്റാണ്, നാടൻ സ്റ്റൈലിലാണ് ശരിക്കും. അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ വേണ്ട നമ്മൾ അതെല്ലാം പരത്തിയെടുത്തത് നമ്മളൊരു തവയിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് ചൂടാക്കിയെടുത്തു. നമ്മൾ ഒന്നിച്ച് തന്നെ വെച്ച് പരത്തിയെടുത്തതാണ് നമ്മൾ തവയിൽ വെച്ച് ചൂടാക്കിയെടുത്തത്. ഇനി നമ്മൾ വേണ്ട ഇതിനകത്ത് കാണുന്നത് പോലെ നമ്മൾ ഇത് കട്ട് ചെയ്ത് എടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി, ഒരുപാട് സമയമൊന്നും വെച്ചില്ല, ജസ്റ്റ് ഒന്ന് മുരിഞ്ഞെടുത്തേ. ഇനി നമ്മൾ വേണ്ട ഓരോരോ ഷീറ്റായിട്ട് നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാമേ. വേണ്ട നമ്മുടെ ഓരോരോ ഷീറ്റുകളായിട്ട് നമുക്ക് ഇത് നമ്മൾ ചെറിയ സമൂസ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഈ സെയിം ഷീറ്റ് തന്നെ നമുക്ക് പപ്സൊക്കെ ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യാവേ. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഫില്ലിംഗ് ഉണ്ടാക്കി, അല്ലെങ്കിൽ മുട്ട കൊണ്ടാണെങ്കിലും ഒരു ഫില്ലിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വേണ്ട ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് നമുക്കിങ്ങനെ സെപ്പറേറ്റ് ഷീറ്റുകളാക്കി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പിന്നെ ഈ ഫില്ലിംഗ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഈ ഓരോ ഷീറ്റ് എടുക്കുന്ന നമ്മൾ അപ്പം നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കി നമുക്ക് എന്താണെന്ന് വെച്ചാൽ കഴിക്കാൻ പറ്റുമേ. എന്താണ്ട് ഒരു സമൂസയുടെ രൂപത്തിൽ ഇതൊന്ന് മടക്കി എടുത്തിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ്റെ ഇത് നമ്മൾ ആ ഫില്ലിങ് അതിലേക്ക് ചെയ്ത് കൊടുക്കുവാണേ. ഫില്ലിങ് അതിലേക്ക് ഫില്ല് ചെയ്ത് ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നത്. ഈ രീതിയിൽ ഒന്ന് സമൂസയുടെയൊക്കെ രീതിയിൽ നമുക്ക് വേണേൽ മടക്കി എടുക്കാവുന്നതാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. ഏതായാലും ടേസ്റ്റ് എല്ലാത്തിൻ്റെ ഒരുപോലെയാണ്. നമുക്ക് വേണേൽ റൗണ്ടിൽ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ, ഇപ്പോൾ സമൂസ രീതിയിൽ മടക്കിയെടുക്കാൻ നമുക്ക് പാടാണെങ്കിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു രീതിയും കൂടെ നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ആ റോളായിട്ട് അതിനകത്ത് ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ മടക്കിയെടുക്കാനും ചെയ്യാം. അപ്പോൾ സമൂസയുടെ ഒരു ഷേപ്പ് വരുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റൊക്കെ സെയിമാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്ത് നമ്മളതൊന്ന് അടച്ചു കൊടുക്കാവേ. വേണ്ട നമ്മുടെ എല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ തിളച്ച എണ്ണയിലേക്ക് ഇത് ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണേ.
അപ്പം വേണ്ട നമ്മുടെ ചിക്കൻ സമൂസയുടെ ഏറ്റവും ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുത്ത് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് എന്നിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ സമൂസ നല്ല അടിപൊളി ടേസ്റ്റി ചിക്കൻ സമൂസ നമുക്ക് റെഡിയാക്കി എടുക്കാവേ. വെജിറ്റേറിയൻസ് ആണെങ്കിൽ നമുക്ക് വെജ് ഫില്ലിങ് നമ്മളിത് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഷീറ്റ് ഉണ്ടാക്കി അതുപോലെ തന്നെ വെജ് ഫില്ലിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സമൂസ റെസിപ്പീസ് തയ്യാറാക്കി എടുക്കാവേ. വേണ്ട നമ്മുടെ ചിക്കൻ സമൂസ ഏകദേശം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. നമ്മളൊരു സ്പൂണൊക്കെ എടുത്ത് നമ്മളതിനകത്ത് നല്ല ക്രിസ്പിയാണ്, നല്ല കഴിക്കുമ്പോഴൊക്കെയാണ് നല്ല കറുകറാന്ന് വരുന്ന രീതിയിൽ നന്നായിട്ട് നമ്മുടെ ചിക്കൻ സമൂസ സെറ്റായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. അതുപോലെ ക്രിസ്പി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.